കർത്താവിന് മഹത്വം. നമ്മൾ കർത്താവിനോട് അപേക്ഷിച്ച കർത്താവ് കേൾക്കുമെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളിലൂടെ നമുക്കറിയാൻ പറ്റും. ആ സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നൊരു ചിന്ത ഇതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ചാൽ നമ്മൾ എത്രമാത്രം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. എന്നിട്ടും ദൈവം നമ്മളെ കേൾക്കുന്നു, എന്നിട്ടും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, എന്നിട്ടും ദൈവം നമ്മെ പരിപാലിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം നിറവേറ്റിക്കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നാം അവിശ്വസ്തരാണ് എന്നുള്ളതുകൊണ്ട് ദൈവത്തിന് തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയില്ല. ദൈവം വിശ്വസ്തൻ തന്നെയാണ്. അപ്പം നമുക്ക് ഉറപ്പുണ്ട്, കുറെ കൂടെ അടുത്തോട്ട് അപ്പൻ്റെ അരികിലേക്ക് ചെന്നാൽ, അപ്പൻ്റെ റേഞ്ചിനകത്ത് നിന്നാൽ, അപ്പനിൽ വസിച്ചാൽ എത്രയധികം ദൈവരാജ്യത്തിൻ്റെ സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ പറ്റും. ചോദിക്കുന്നതെല്ലാം തരുന്നു എന്നുള്ളതല്ല നമ്മൾ യഥാർത്ഥ ആത്മീയരാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ഏതൊരനുഭവങ്ങളിലും സന്തോഷത്തോടെ സമാധാനത്തോടെ അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ ആ ഒരു സമാധാനം, ആ ഒരു സന്തോഷം അപ്പനിൽ നിന്ന് കിട്ടുന്നു എങ്കിൽ നമ്മുടെ ആ കഷ്ടതയും വേദനയും നിന്ദയും പരിഹാസമൊക്കെ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ നമ്മുടെ ജീവിതം കാരണമാകുന്നു എങ്കിൽ നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. എങ്കിലും ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറേ പ്രിയപ്പെട്ടവർ. നമ്മുടെ ഉറപ്പിനു വേണ്ടി തിരുവചനത്തിൽ നിന്നൊരു ഭാഗം പറയട്ടെ. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം 16 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ ഒരു സഹോദരിയെ കാണാൻ കഴിയും. അക്സ, കാലേബിൻ്റെ മകൾ അക്സ. കിര്യത്ത് സേഫർ എന്ന് പറയുന്ന ആ വലിയൊരു പട്ടണം പിടിച്ചടക്കുന്നവന് ഞാൻ എൻ്റെ മകളെ കൊടുക്കും എന്ന് കാലേബ് പറയുക. അത്ര മഹത്തായ ഒരു കാര്യം ചെയ്തിട്ട് കടന്നു വരുന്ന ഒത്നിയേലിന് തൻ്റെ മകളെ താൻ ഭാര്യയായി കൊടുക്കുന്നു. ആ മകളിപ്പോൾ തെക്കേ ദേശത്താണ് തൻ്റെ ഭർത്താവിനൊപ്പം. തെക്കേ ദേശം നമുക്കറിയാം, വരണ്ടുണങ്ങിയ വല്ലാത്ത ചൂടനുഭവിക്കേണ്ടി വരുന്ന വല്ലാത്ത അനുഭവം തന്നെയാണ്. യശയ്യാപ്രവചനം 30-ാം അധ്യായം 6 തെക്കേ ദേശത്തിൻ്റെ കുറേ പ്രത്യേകതകൾ എടുത്തു പറയുന്നുണ്ട് യശയ്യാപ്രവാചകൻ. കഷ്ടവും ക്ലേശമുള്ള ദേശം, പലതരത്തിലുള്ള മൃഗങ്ങൾ പോട്ടെ, സിംഹവും അണലിയൊക്കെ സഹിക്കാം, പക്ഷെ പറക്കുന്ന അഗ്നിസർപ്പം കൂടെയുള്ള സ്ഥലമാണ് ഈ തെക്കേ ദേശം. നടന്നു വരുന്നതോ എഴഞ്ഞു വരുന്നതോ ഒക്കെ നമുക്ക് സഹിക്കാം. ഈ പറന്നു വന്ന് കുത്തുന്നത് പരിപാടിയുണ്ടല്ലോ, അത് ഇച്ചിരി പ്രശ്നം തന്നെ. അപ്പം അങ്ങനെയുള്ളൊരു ദേശത്തിലേക്കാണ് അക്ഷയ വിട്ടേക്കുന്നത്. അപ്പം ഒരു ദിവസം അപ്പനിങ്ങനെ അക്ഷയ കാണാൻ വരുമ്പം ഉക്നിയിൽ പറയുന്നുണ്ട്, നീ അപ്പനോട് പറ, ഒന്ന് ഉത്സാഹിപ്പിക്കുക അപ്പനെ, നമുക്ക് കുറച്ച് ഉറവയൊക്കെ വേണ്ടേ. എന്തായാലും അക്ഷ ഓടി അടുക്കൽ ചെന്നു അപ്പനോട് പറയുന്നു, അപ്പം അങ്ങനെ തെക്കേ ദേശത്തേക്ക് അങ്ങല്ലേ എന്നെ അയച്ചിരിക്കുന്നത്. ആ ഒരു വീട് ഭയങ്കര ഒരു ഇതാണ്. അങ്ങല്ലേ എന്നെ തെക്കേ ദേശത്തേക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പ എനിക്കൊരു അനുഗ്രഹം വേണം, എനിക്കവിടെ ഉറവ വേണം, ഉറവ. കാലേബ് അത് കേട്ടു. കാലേബിന് കാര്യങ്ങൾ മനസ്സിലായി. എന്നെക്കുറിച്ച് ചോദിച്ചത് ന്യായമായൊരു ചോദ്യമാണ്. അത് മനസ്സിലാക്കിയ കാലേബ് പെട്ടെന്ന് മലകളിലും താഴ്വരകളിലും ഉറവയെ കൊടുക്കുന്നു. ഒരു അനുഗ്രഹം ചോദിച്ചപ്പം എത്രമാത്രമാണ് കാലേബ് തൻ്റെ മകളെ അനുഗ്രഹിക്കുന്നത് എന്ന് ചിന്തിക്കുക. ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്?
ദൈവമാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അനുഭവത്തിൽ നമ്മളെ ആക്കിയിരിക്കുന്നത്. ആ തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മൾ ചോദിച്ചു മേടിച്ച് പോയതൊന്നുമല്ല. എന്നെ എൻ്റെ ഭവനത്തിലാക്കിയിരിക്കുന്നത് ദൈവമാണ്. എൻ്റെ ഭർത്താവിന് ഒരു ഭാര്യയാക്കി വെച്ചിരിക്കുന്നത് ദൈവമാണ്. എൻ്റെ മക്കളുടെ അമ്മയായിരിക്കുക അങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന ദൈവമാണ്. എൻ്റെ ജോലി, എൻ്റെ എപ്പോഴത്തെ ഏതൊരു സാഹചര്യമാണേലും അതെല്ലാം ദൈവമാണ് അതാക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ ഇന്നലകളിൽ ഞാൻ എവിടെയായിരുന്നു, അതെല്ലാം ദൈവത്തിൻ്റെ അറിവോടെയാണ്, ദൈവത്തിൻ്റെ അനുവാദത്തോടെയാണ് ദൈവം എന്നെ എവിടെ ആക്കി വെച്ചത്. നാളെ ഇനി ഞാൻ എവിടെ എത്തണോ അതും ദൈവത്തിൻ്റെ കൈകളിലാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. അത് നമ്മളെപ്പോഴും ഓർക്കണം. നമ്മളെ ഉയർത്തുന്നതും വളർത്തുന്നതും തളർത്തുന്നതും മനുഷ്യരല്ല, അത് ദൈവം തന്നെയാണ്. അപ്പോൾ ചോദിക്കും, തളർത്തുന്നത് ദൈവമാണ്. യെസ്, എന്തുകൊണ്ടെന്ന് വിശ്വസിച്ചുകൂടാ? നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ദൈവം നമ്മളെ ഉയർത്തിയും പരീക്ഷിക്കും, താഴ്ത്തിയും പരീക്ഷിക്കും. എന്തിനാ? നമ്മുടെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയാം. ഒരു ദൈവത്തിനെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ അറിവോടെയാണ്, ദൈവത്തിൻ്റെ അനുവാദത്തോടെയാണ്. അല്ലാതെ ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അപ്പം നമുക്ക് ശത്രുക്കളുണ്ടോ? ഇല്ല. നമുക്കെതിരെ പറയുന്നവർ, നമുക്കെതിരെ പ്രവർത്തിക്കുന്നവർ, അവർ നമ്മുടെ ശത്രുക്കളാണ്? ഒരിക്കലുമല്ല. ദൈവം അവരെ ആക്കി വെച്ചിരിക്കുക. ഈ പെനിന്നെ നിമിത്തമല്ലേ ഹന്ന അത്രയും തകരാനും കരയാനും പിന്നീട് വളരാനും ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസനായ ഒരു പ്രവാചകൻ ശമൂവേൽ പുറത്തു വരാനും ആ പെനിൻ്റെ നിമിത്തമാണ് അത്. അപ്പോൾ നമുക്കുള്ള പെനിന്നമാരൊക്കെ നമ്മുടെ ബ്ലെസ്സിങ്ങാണ്. ഒരിക്കലും അത് നമുക്ക് പ്രയാസമല്ല. നാളുകൾ ഇവരെയൊക്കെ ഓർത്ത് ഒത്തിരി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റും നമുക്ക്. കാരണം അങ്ങനെ ചിന്തിക്കാം. അപ്പം നമ്മളെ ഇന്ന് ആക്കിയിരിക്കുന്ന ഏതൊരു സ്ഥാനത്തും, നമ്മളിന്ന് ആയിരിക്കുന്ന ഭവനമാണെങ്കിലും ചർച്ച ആണെങ്കിലും ദേശമാണെങ്കിലും ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണെങ്കിലും ഏത് മേഖല, അവിടെയെല്ലാം ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവം അയച്ചിട്ടാണ് നമ്മൾ അവിടെ പോയിരിക്കുന്നതെങ്കിൽ, ദൈവം പറഞ്ഞിടത്താണ് പോയിരിക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ വാക്കനുസരിച്ചാണ് നമ്മളത് പോകുന്നതെങ്കിൽ, ഒരു ദൈവത്തിനെ സംബന്ധിച്ചുള്ള കാര്യം ഞാൻ ഈ പറയുന്ന മുഴുവൻ, ഒരു ദൈവത്തിലല്ലേ ദൈവം പറയുന്നത് പോലെ പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാ വിഷയങ്ങളുടെയും പിന്നത്തെ ഉത്തരവാദി ദൈവം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കുറവുകൾ, അവിടെയുള്ള പ്രശ്നങ്ങൾ, അവിടെയുള്ള പോരായ്മ, ഇതെല്ലാം പരിഹരിക്കുന്നത് ദൈവം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മളായിരിക്കുന്നത് എവിടെയാണെങ്കിലും ഏതു സാഹചര്യത്തിലാണേലും നമുക്കൊരു ഉത്തരവാദിയുണ്ട്. അപ്പനോട് ചോദിച്ച പോലെ നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ കഴിയില്ലേ? കർത്താവേ, ഞാനായിരിക്കുന്നത് ഇച്ചിരി കട്ടിയുള്ള, ചൂടുള്ള, വല്ലാതെ പ്രശ്നത്തിലാക്കുന്ന സ്ഥലത്താണ്, അനുഭവങ്ങളിലാണ്, സാഹചര്യങ്ങളിലാണ്, വ്യക്തികളുടെ മധ്യത്തിലാണ്. എൻ്റെ പൊന്നു കർത്താവേ, എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എനിക്ക് ഉറവ തുറന്നു തന്നേ പറ്റുകയുള്ളൂ. അങ്ങാണല്ലോ എന്നെ ഇവിടേക്ക് അയച്ചിരിക്കുന്നത്, ഇവിടെ ആക്കിയിരിക്കുന്നത്. എനിക്ക് ദിവസങ്ങളിൽ ആ ഒരു ഉറവ കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല, എനിക്ക് കുറേ ഉറവകൾ വേണം എന്ന് ദൈവത്തോട് ചോദിക്കാമെങ്കിൽ, നമ്മൾ ചോദിക്കുന്ന ഉറവ വേറെ ഒരു ഉറവയല്ല. പിടിച്ചു നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ പറ്റത്തില്ല. കൃപയില്ലാതെ പറ്റത്തില്ല. ദൈവസാന്നിധ്യം ഇല്ലാതെ പറ്റത്തില്ല. അപ്പനോട് പറയാം നമുക്ക്, അപ്പ, ആത്മിക ഉറവകളെ എനിക്ക് വേണ്ടി തുറക്കണേ. ഞാനായിരിക്കുന്ന മേഖലകളിൽ ആത്മിക ഉറവകളെ എനിക്ക് വേണ്ടി തുറക്കണമേ. കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണമേ, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ. എന്നെക്കുറിച്ചുള്ള ഞങ്ങളുടെ ദിവ്യ ഇഷ്ടത്തിലേക്ക്, ആ പർപ്പസിലേക്ക് എത്തപ്പെട്ടിട്ട് എൻ്റെ കണ്ണൊന്ന് അടയട്ടപ്പാ. എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കാമെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന ഉറവകൾ കാണുവാൻ കഴിയും. വിശ്വസിക്കാമോ? അച്ചയ്ക്ക് തൻ്റെ അപ്പൻ മലകളിലും താഴ്വരകളിലും ഉറവകളെ കൊടുത്തു എങ്കിൽ സ്വർഗീയ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും
ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടത് അതാ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ശക്തമായി എഴുന്നേൽക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ ശത്രു നമ്മളെ തകർത്ത് കളയും, തരിപ്പണമാക്കി കളയും. അതിനു മുമ്പേ എഴുന്നേൽക്കാം. അപ്പന്റെ പാദപീഠത്തിൽ നമുക്ക് ഇന്ന് മുട്ടുകുത്താം. അപ്പനോട് പറയാം, പുതിയ കൃപ വേണം, പുതിയ ശക്തി വേണം. അങ്ങയുടെ ആത്മശക്തിയാൽ എന്നെ എഴുന്നേൽപ്പിക്കണം. കർത്താവെ, എന്നെ സഹായിക്കണം. അപ്പ ഒരല്പ ദൂരം കൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ പോയാൽ പോരാ, പുതിയ കൃപ വേണം കർത്താവെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ശക്തി അത്ഭുതകരമായി പകരപ്പെട്ട് കർത്താവ് നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഈ യുദ്ധങ്ങളെയൊക്കെ വിജയിപ്പാൻ, ആത്മീക യുദ്ധങ്ങളെ വിജയിക്കുവാൻ ദൈവം നമ്മെ പര്യാപ്തരാക്കും. അതിനുള്ള കൃപ ദൈവം നമുക്ക് തരും. ഗാഡ് ബ്ലെസ് യു.